Next problem, evaluate the following limits. First one, limit extending to 0, 1 by x square. Okay, അപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 1 by x സ്ക്വയർ ആണ്. അപ്പം നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാനായിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x സ്ക്വയർ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഈ 1 by എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കുക. അങ്ങനെ ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് ആ ഫംഗ്ഷൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്, അതായത് അതെങ്ങനെയാണ് എന്നുള്ളത്, ഗ്രാഫ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഗ്രാഫ് നിന്നാണ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ദ ബിഹേവിയർ ഓഫ് എഫ് ഓഫ് behavior of f of x is equal to 1 by x square near x is equal to 0 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫംഗ്ഷന് 0 നിയർ എ നൈബർഹുഡ് ഓഫ് 0, അപ്പം നമ്മൾ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ നൈബർഹുഡിൽ ഈ ഒരു ഗിവൺ ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നു എന്നാണ് നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ എക്സ് അപ്രോച്ചസ് ടു 0 ഫ്രം ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞു. അതായത് എക്സിന് 0 അപ്രോച്ച് ചെയ്യണം ഫ്രം ദ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് വൈ ആക്സിസസ് വരഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരുന്നത് 0. അപ്പോൾ 0 അടുക്കുക പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിലുള്ള പോയിന്റ്സിലൂടെ 0 വരിക. അതേമാതിരി തന്നെ ഈ ഒരു സൈഡിലുള്ള ഡയറക്ഷനിലോട്ട് കൂടെ 0 അപ്രോച്ച് ചെയ്യാം. അതാണ് എക്സ് അപ്രോച്ചസ് ടു 0 ഫ്രം ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുമാതിരി തന്നെ ആർബിട്രറി സ്മാളും ആയിരിക്കും, ചെറിയൊരു നമ്പറും ആയിരിക്കും. കാരണം ഇവിടെ ഇപ്പം ഈ ഒരു പോർഷനിലുള്ള നമ്പേഴ്സ് നോക്കുക. നമുക്ക് 0 പിന്നെ 0.1 0.2 അതുമാതിരി തന്നെ 0.3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0 ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? എഫ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? ഇനി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക ഓരോ പോയിന്റിലും. 0 ആകുമ്പോൾ 0 തന്നെ, 0.1 ആകുമ്പോൾ എന്താ വാല്യൂ എന്ന് കണ്ടുപിടിക്കുക. അതുമാതിരി തന്നെ 0.2 ആകുമ്പോൾ 0.2 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക. അതുമാതിരി തന്നെ 0.3 ഹോൾ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ സമയത്ത് ഓരോ വാല്യൂസ്, ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്ന ഈ ഓരോ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറിയ വാല്യൂസ് ആയിരിക്കും. അതായത് പോയിന്റ് നമ്പേഴ്സ് ആയിട്ടുള്ള ചെറിയ 0 സംതിങ് എന്ന് പറയുന്ന ചെറിയ വാല്യൂസ് ആയിട്ട് വരും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ആർബിട്രറി സ്മാൾ ആയതുകൊണ്ട് 1 by x സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർബിട്രറി ലാർജ് ആയിരിക്കും. അത് പറഞ്ഞാൽ എന്താ? അതായത് ഒരു നമ്പറെ അതേ ഡിവൈഡഡ് ബൈ ഒരു ചെറിയ നമ്പർ 0.001 എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ, അതായത് 1 ഡിവൈഡഡ് ബൈ ഒരു ചെറിയ നമ്പർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലാർജ് നമ്പേഴ്സ് ആയിരിക്കും. അതും ഇതേമാതിരി കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിളിൽ മനസ്സിലാക്കും. അതൊക്കെ നമുക്ക് ആർബിട്രറിലി നമ്മുടെ മനസ്സിലോട്ട് ഓടി വരേണ്ടതാണ്. അതങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത്? നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് 0 പോകുമ്പോൾ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എവിടത്തോട്ട് പോകുന്നു എന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് രണ്ട് സൈഡിൽ നിന്നും 0 അപ്രോച്ച് ചെയ്ത് നമ്മൾ വാല്യൂസ് നോക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർബിട്രറിലി സ്മാൾ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ 1 by x സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ആർബിട്രറി ലാർജ് ആയിരിക്കും. ആർബിട്രറി ലാർജ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് എക്സ് വൈ ആക്സിസ് എങ്കിൽ ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ, അതായത് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ലാർജ് നമ്പറിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് പോവുകയായിരിക്കും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 by x സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 by x സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഒന്നല്ല നോക്കുന്നത്, ഒരു ഗ്രാഫിക്കൽ വേ ഓഫ് അപ്രോച്ചിലാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്രാഫ് വരയ്ക്കാണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാനത് ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ സെയിം സംഭവം ഞാൻ ഇപ്പോൾ വേർഡ്സിൽ അവിടെ പറഞ്ഞ സംഭവം തന്നെ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫ് വരയ്ക്കാം. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ, എക്സിന് 1 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ, അങ്ങനെ നമ്മൾ +2 നമ്മൾ ഗ്രാഫ് വരഞ്ഞ അതേമാതിരി തന്നെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എക്സ്, അതായത് 0 എന്ന് പറയുന്ന പോയിന്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0, അതായത് എക്സ് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതാണല്ലേ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസ് ആണ്. ഇതിൽ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എവിടെ ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഏതാണ്? ഈ വരച്ചിരിക്കുന്നതാണ് ഗ്രാഫ്. ഇപ്പോൾ 0 ആകുമ്പോഴേക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സീറോയിലോട്ട് ഈ ഒരു ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുകളിലോട്ട് പോവുകയാണ്. ആ വൈ ആക്സിസിന് ഒപ്പത്തിനൊപ്പം പോവുകയാണ്, ഒന്ന് വൈ ആക്സിസിൽ ടച്ച് ചെയ്യണില്ല. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എവിടത്തോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലോട്ട് അല്ലേ. ഇനി അതേമാതിരി തന്നെ ഈ സൈഡിലൂടെ നമ്മൾ സീറോയിലോട്ട് വരിക, സീറോയിലോട്ട് അടുത്ത് വരുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? എപ്പോഴും ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുകളിലോട്ട് കുത്തനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെവിടെ വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏത് പോയിന്റിൽ വെച്ചിട്ടാണെന്ന് അറിയില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് സീറോയിലോട്ട് പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നതും എവിടത്തോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് പറഞ്ഞത്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x² വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി അടുത്ത പ്രോബ്ലം ഇതിൽ തന്നെ അടുത്ത പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 1/x+2² എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ -2 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 എന്ന് പറയുന്ന പോയിന്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്ത് പോകുന്നു? ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? അതായത് 1/x+2² എന്ന് പറയുന്നത്. എക്സ് -2 അടുത്തോട്ട് വരിക. അതായത് നമ്മളിപ്പോൾ എക്സ് ആക്സിസ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ -1 ഈ ഒരു പോയിന്റ് ആയിരിക്കും -2. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ -2 വരുമ്പോഴും ഈ ഒരു ഡയറക്ഷനിലോട്ട് -2 വരും. അതാണ് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 പോകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എവിടത്തോട്ട് പോകുന്നു എന്നാണ് നമുക്ക് എന്ത് പറയുന്നത് ഈ ഒരു ലിമിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേർഡ്സിൽ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ലെറ്റ് g of x is equal to 1/x+2² എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക, ആ ഗ്രാഫിൻ്റെ ബിഹേവിയർ നോക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? g of x ഈസ് ഈക്വൽ ടു 1/x+2². ആ ഫംഗ്ഷൻ എവിടെ നമ്മൾ വാല്യൂ നോക്കണം? എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു -2 ആവുന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ നിയർ ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടിയത്? കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തായിരുന്നു? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 g of x, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 1/x+2² എന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ബിഹേവിയർ എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -2. എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് ഗിവൺ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പറയുക എക്സ് എന്ന് പറയുന്നത് -2 അപ്രോച്ച് ചെയ്യുക ബോത്ത് സൈഡ്സ് എന്ന് ഞാൻ നേരത്തെ വരച്ച് കാണിച്ച മാതിരി. അങ്ങനെ വരുന്ന സമയത്ത് x+2² എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. അതേമാതിരി തന്നെ അത് ആർബിട്രറിലി സ്മാൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ XY ആക്സിസ് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ -2 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പോയിന്റ് ഇവിടെയൊക്കെയുള്ള പോയിന്റ് എന്തായിരിക്കും? അതായത് -2.01 എങ്കിൽ -2.002. ഇപ്പുറത്തേക്കുള്ള പോയിന്റ് എങ്ങനെ വരിക? അതായത് -1.9222 അല്ലെങ്കിൽ ഒരു 1.999 -1.99 ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എക്സിന് ആ പോയിന്റ്സ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ എക്സിന് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇക്വേഷനിൽ. എന്നിട്ട് നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യുക. അതായത് -2.002 + 2 ഹോൾ സ്ക്വയർ. അങ്ങനെ ഒരെണ്ണം നിങ്ങൾ ചെയ്ത് നോക്കുക കാൽക്കുലേറ്റർ. അപ്പോൾ അതിൻ്റെ വാല്യൂ തന്നെ വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് വരിക. അതായത് 0.000 അങ്ങനെ ഉള്ള വാല്യൂ 0.1 അല്ലെങ്കിൽ 0.4 അങ്ങനെയുള്ള ചെറിയൊരു വാല്യൂ ആയിരിക്കും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് -2 രണ്ട് ഡയറക്ഷനിൽ നിന്ന് അതാ പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നു, അതേമാതിരി തന്നെ ഈ ഒരു ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള രണ്ട് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്? ഫംഗ്ഷൻ്റെ വാല്യൂ അല്ല, x+2² വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1/x+2² എന്ന് പറയുന്നത് x+2² ചെറുതാണ്. അപ്പോൾ 1 ഒരു ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അതെന്ത് വരുള്ളൂ? അതൊരു വലിയ നമ്പറേ വരുള്ളൂ. അതായത് നിങ്ങൾ 1/ഒരു 0.0004 ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കിട്ടുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ച് നോക്കുമ്പോൾ വലിയൊരു നമ്പറാണ് വരിക. സോ നമുക്ക് എന്ത് പറയുന്നത്? ഹെൻസ് ദ വാല്യൂ ഓഫ് g of x is equal to 1/x+2² എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ആർബിട്രറിലി ലാർജ് ആണ്.
ഓക്കെ, അപ്പോൾ എക്സ് -2 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാർജ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഫംഗ്ഷൻ്റെ വാല്യൂ ലാർജ് ആയിട്ട് വരിക, നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ വെരി ലാർജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാത്ത ഒരു നമ്പറാണ് അല്ലേ. അപ്പോൾ ആ അറിയാത്ത നമ്പറിനെ നമ്മൾ എന്ത് പറയുകയാണ്, ഇൻഫിനിറ്റിയിലോട്ട് പറയാം. സോ അതാണ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 g of x which is equal to ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 1/x+2 whole square which is equal to ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 g of x which is equal to ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 1/x+2 whole square is equal to ഇൻഫിനിറ്റി. ഇനി നമുക്ക് ഗ്രാഫിക്കലി ഒന്ന് പറയണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം അല്ലേ. ഇപ്പോൾ നമ്മുടെ എക്സും വൈ ആക്സിസും നമ്മൾ ഇതാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് വരുന്നത്. ഗ്രാഫ് വരയ്ക്കാൻ അറിയില്ലേ, അതായത് എക്സിന് ഓരോ പോയിന്റ് വാല്യൂസ് കൊടുത്തിട്ട് നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ഗ്രാഫ് വരയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ +2 പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കുക. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇനി -2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ അല്ലേ. സോ ഞാൻ ഇവിടെ വെറുതെ നമുക്ക് ആ -2 ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഡോട്ടഡ് ലൈൻ വരഞ്ഞു, ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്തത്, -2ൻ്റെ നെയ്ബർഹുഡിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഡോട്ടഡ് ലൈനൊക്കെ വരഞ്ഞ് നമ്മൾ നോക്കി. ഇനി -2 ഈ ഒരു ഡയറക്ഷനിൽ -2 വരിക, അതേമാതിരി തന്നെ ഈ ഒരു ഡയറക്ഷനിൽ -2 വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഏത് ഡയറക്ഷനിൽ വരുന്ന സമയത്തും ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ട് മേലെ കുത്തനെ മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ. അതേമാതിരി ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ പോവുക, അതായത് നമ്മൾ -2 ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ അടുത്തേക്ക് കുത്തനെ മുകളിലോട്ട് പോവുക. നമുക്ക് അറിയുന്നില്ല അവിടെ ഏതാ നമ്പർ എന്ന്. സോ നമ്മൾ ആ നമ്പർ എന്ന് പറയുന്നത് ഏത് സൈഡിലോട്ടാണെന്ന് ഓടി നോക്കുക. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സാണുള്ളത് അല്ലേ, എക്സ് ആക്സിസിലെ നെഗറ്റീവ് നമ്പേഴ്സാണ്. സോ ഇവിടെ എവിടത്തോട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്, സോറി നെഗറ്റീവ് നമ്പേഴ്സ് അല്ല, നെഗറ്റീവ് പോർഷനാണ്. പക്ഷേ നമ്മളിത് എന്ത് ചെയ്യാണ്, കുത്തനെ മുകളിലോട്ടാണ്, താഴത്തോട്ടല്ല മുകളിലോട്ടാണ് പോകുന്നത്. മുകളിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അതെന്താ വരുള്ളൂ, +ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വരിക. അങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 1/x+2 whole square which is equal to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, അത്രയായിരുന്നു ആ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാണ്. പ്രോബ്ലം 12 എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ തൊട്ട് മുകളിലുള്ള പ്രോബ്ലം ഗ്രാഫിക്കലിയാണ് ചെയ്തത് അല്ലേ. ഗ്രാഫ് വരച്ച് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ എന്നൊക്കെ ഉള്ളത് ആ ഗ്രാഫിൻ്റെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി നമ്മളവിടെ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്. എന്തായാലും ഇവിടെ പറഞ്ഞിരിക്കണേ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 -3x ഡിവൈഡഡ് ബൈ x² - 4x+4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഇതിൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് എന്ന് പറയുന്നത് 2ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ, അതായത് -3x ഡിവൈഡഡ് ബൈ x² - 4x+4 എന്ന് പറയുന്നത് എവിടത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിലോട്ടാണ് അടുത്ത് വരുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് അടുത്ത് വരികയായിരിക്കും. സോ ആ ഒരു പോയിന്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് മാറ്റിയതാണ് -3, നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് -3x ഡിവൈഡഡ് ബൈ x² - 4x+4 എന്ന് പറയുന്നതായിരുന്നു അല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്, അതായത് x² - 4x+4 എന്ന് പറയുന്നതിന് നമുക്ക് x-2 whole square എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയേ, അതായത് x-2 whole square എന്ന് പറയുന്നത് a² + 2ab, അതായത് a + b whole square എന്ന് പറയുന്നതിന് a² + 2ab + b² എന്ന് ഇവിടെ a - b whole square ആണ്, a² - 2ab + b² എന്ന് പറയുന്ന ഫോമിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ x-2 whole square എന്ന് പറയുന്നത് എഴുതിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് അല്ലേ, ലിമിറ്റ് അറ്റ് x = 2 ആകുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ x = 2 ആവുന്ന സമയത്ത് നമ്മുടെ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് x = 2 ആകുമ്പോൾ -3x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ത് വരും, -3 × 2 which is equal to നമുക്ക് എന്ത് വരും, -6 എന്ന് വരും അല്ലേ. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ, ഡിനോമിനേറ്ററിൽ നമ്മൾ x = ഡിനോമിനേറ്റർ നമ്മുടെ എന്താണ് x-2 whole square, അതിൽ നമ്മൾ 2 കൊടുക്കുമ്പോൾ എന്ത് വരും, 2 - 2 whole square എന്ന് വരും which is equal to 0 വരും അല്ലേ. അപ്പോൾ നമ്മൾ 2 കൊടുക്കുന്ന, x-ന് 2 കൊടുക്കുന്ന സമയത്ത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 0 വരും. സോ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 -3x ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു
2 അതായത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നാണ് നോക്കിയത്. അപ്പം അങ്ങനെ പറ്റില്ല. ഇതെങ്ങനെ എപ്പോഴും എഴുതാൻ പറ്റുള്ളൂ? ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആവരുത് അല്ലേ. നോട്ട് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ എന്താ ചെയ്തത്? എക്സിന് 2 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നുണ്ട്? 0 ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ അത് 0 ആയിട്ട് മാറുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് ഉപയോഗിക്കാം, അതായത് ഈ കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വേറെ എന്തോ റൂള് നോക്കിയാൽ, അപ്പം അതാണ് ഇവിടെ പറയേണ്ടത്. ദ ഡിനോമിനേറ്റർ ഓഫ് ദ എബോവ് കോഷ്യൻ വാനിഷസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് സോ വി കനോട്ട് യൂസ് ദ കോഷ്യൻ റൂൾ. അതുകൊണ്ട് നമുക്കിത് കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ നോക്കുകയാണ് എക്സ് അപ്രോച്ചസ് ടു 2 ആവുന്ന സമയത്ത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് -6 നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത്. ഈ -6 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നോൺ നെഗറ്റീവ് നമ്പറാണ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എണ്ണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ -6 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ് അപ്രോച്ചസ് ടു ബോത്ത് സൈഡ്സ് അതായത് നമ്മൾ എക്സും വൈ ആക്സിസും വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് 2 അപ്രോച്ച് ചെയ്യുക, ഈ സൈഡിൽ നിന്ന് ഈ ഡയറക്ഷനിൽ, ഇപ്പോൾ ഞാൻ രണ്ടാമത് വരഞ്ഞ ഡയറക്ഷനിലും 2 അപ്രോച്ച് ചെയ്യുമ്പോൾ x-2 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവും ആണ്. അതുമാതിരി തന്നെ എന്തായിരിക്കും? വളരെ സ്മാൾ ആയിരിക്കും. ഓക്കെ, അതായത് ഈ 2 അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് 1.999, അതേമാതിരി തന്നെ 1.999 അങ്ങനെയുള്ള പോയിന്റോട് കൊടുക്കുക. പിന്നെ അത് ഈ ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള പോയിന്റ്സ് ആയിരിക്കും അല്ലേ. ഇനി ഈ ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? 2.0001 അല്ലെങ്കിൽ 2.0002 എന്ന് പറഞ്ഞു. അതൊക്കെ ഇതിവിടെ കൊടുക്കുക. അപ്പോൾ എക്സിന് 2.0002 കൊടുത്തു. എന്നിട്ട് -2 എന്ന് വരുമ്പോൾ നമുക്ക് എന്ത് വരും? 0.0002 വരും. 0.002 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ സ്മാൾ നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെ ചെറിയ സ്മാൾ നമ്പർ ആയിരിക്കും. ആൻഡ് 1/x-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് 1 ഡിവൈഡഡ് ബൈ ഒരു ചെറിയ നമ്പർ, സ്മാൾ നമ്പർ എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് വരും? അത് എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പർ ആയിട്ട് മാറും എന്ന് പറയും അല്ലേ. അപ്പോൾ അത് ലാർജ് നമ്പർ ആവും എപ്പോൾ? 2 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1/x-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പറിലോട്ടാണ് അതെന്ത് ചെയ്യുന്നത്? അപ്രോച്ച് ചെയ്തിട്ട് പോകണം. അതായത് ഇതൊരു വലിയ നമ്പറിലോട്ട് അപ്രോച്ച് ചെയ്ത് പോകുന്നു എന്നാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം, ഇത്രയും കാര്യങ്ങൾ പറയാം. ഇനി നമുക്ക് ഈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3x ഡിവൈഡഡ് ബൈ x² - 4x + 4 അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്ന നമ്മൾ നേരത്തെ പറഞ്ഞത്? അതിന് നമ്മളെങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ്, അതായത് എക്സ്റ്റെൻഡിങ് ടു 2 -3x ഡിവൈഡഡ് ബൈ x-2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 -3x ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 1/x-2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പം ഇത് എന്ന് പറയുന്നത് എവിടത്തോട്ട്, അതായത് x2 അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലിമിറ്റ് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്യുന്നത്? -6 അപ്രോച്ച് ചെയ്യുന്നു. ഇൻറ്റു നമ്മളിവിടെ അത് പറഞ്ഞു അല്ലേ. അതായത് x2 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് x-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ 1/x-2 എന്ന് പറയുന്ന ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അപ്പോൾ അതിന് മീൻ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ലിമിറ്റ് എവിടത്തോട്ടാണ് പോവുക? അത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഒന്നും ഉണ്ടായിരുന്നില്ല, എത്ര ഉണ്ടായിരുന്നല്ലോ നമ്മൾ പറഞ്ഞിരുന്നു. x2 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് x-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറായിട്ട്. അപ്പോൾ 1/x-2 ഹോൾ സ്ക്വയർ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് വലിയ നമ്പറാകട്ടെ, ലാർജ് നമ്പർ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? x2 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1/x-2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്യും? ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യും. സോ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -6 × ഇൻഫിനിറ്റി. ഒരു നമ്പർ ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ലാർജ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയായിട്ട് മാറും? വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? ഇൻഫിനിറ്റി. പക്ഷെ ഇവിടെ ഒരു
6 ഇൻറ്റു എ ലാർജ് നമ്പർ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് കൂടി ഉണ്ടായതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു മൈനസ് കൂടി കൊടുക്കണം. സോ ആ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്യും, മൈനസ് ഇൻഫിനിറ്റിയിലോട്ടാണ് ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് അപ്രോച്ച് ചെയ്യുന്നത്. എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്, മൈനസ് ഇൻഫിനിറ്റിയിലോട്ടാണ് ആ ഒരു ഗിവൺ നമ്പർ എന്ന് പറയുന്നത് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ദ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് 3x whole divided by x square minus 4x plus 4 which will be tending to മൈനസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത്രയാണ് ആ ഒരു പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞോ? ഇല്ല, ഒരു പ്രോബ്ലം കൂടി ഉണ്ട് അല്ലേ. നമുക്ക് ഒരു അടുത്ത പാർട്ട്, എന്താ അടുത്ത പാർട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളത് നോക്കാം അല്ലേ. ഇപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്താണ്, എക്സ് ആണ്. സോ ഡിനോമിനേറ്റർ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ വാനിഷസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും, ഈക്വൽ ടു 0 ആയിട്ട് മാറും. സോ 0 കൊണ്ടുള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നതൊന്നും പോസിബിൾ അല്ല. സോ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കോഷ്യൻ റൂള് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിനൊന്ന് മാറ്റിയതാണ്, പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ മാറ്റിയതാണ്. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് എങ്ങനെയായിരുന്നു, 3x പ്ലസ് 2 വോൾ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 3x ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യുക, എക്സും എക്സോടെയും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് വരും, 3 പ്ലസ് 2 ബൈ എക്സ് എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 3 പ്ലസ് 2 ബൈ എക്സ് എന്ന് പറയും. ഓക്കെ, ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 3 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 2 ബൈ എക്സ് എന്ന് നമുക്ക് വരും അല്ലേ. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 3 എന്ന് പറയും. ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ടോ, ഇല്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്തിനു എഴുതി, 3നെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, 3 പ്ലസ് ഇനി ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ന് പറയുന്നുണ്ട് അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 2 ബൈ എക്സ് എന്നാണ്. അതിന് നമുക്ക് 2 കോൺസ്റ്റൻ്റ് അല്ലേ, ഇപ്പോൾ 2നെ പുറത്തേക്ക് എടുത്ത് 2 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 3x പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇതേമാതിരി എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്, അതായത് 3 പ്ലസ് 2 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സ് എന്ന് നോക്കാം അല്ലേ. ഇനി നമ്മൾ ഇതിന് മുന്നേ റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി അല്ല, അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് 0 കൊണ്ടുള്ള ഒരു ഡിവിഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതന്നെയാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ തന്നെയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി പറയാം. നമ്മൾ 1 ബൈ എക്സ് എന്ന് പറയുന്നത് നോക്കുക. അത് എങ്ങനെയാണ് നോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ് 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ് എന്ന് പറയുന്നത് 0ലോട്ട് അപ്രോച്ച് ചെയ്യണം. എങ്ങനെയാണ്, നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ്, അതായത് നമ്മൾ എക്സും വൈ ആക്സിസ് വരയ്ക്കുക. അപ്പോൾ 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സിലൂടെ 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1 ബൈ എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യും. ഇനി അതേമാതിരി ഈ ഒരു സൈഡിലൂടെ നമ്മൾ 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1 ബൈ എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടും അപ്രോച്ച് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സിൽ നമ്മുടെ എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ്, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്, അതായത് നമ്മൾ ഈ ഒരു സൈഡിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് 1 ബൈ എക്സ് എന്ന് പറയുന്നത് എവിടത്തോട്ട് അപ്രോച്ച് ചെയ്യുന്നത്, മൈനസ് ഇൻഫിനിറ്റിയിലോട്ടും. ഈ ഡയറക്ഷനിലൂടെ നമ്മൾ 0ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ സെയിം ഫംഗ്ഷന് തന്നെ പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടും അപ്രോച്ച് ചെയ്യുന്നു. അതായത് രണ്ടും വെവ്വേറെ ലിമിറ്റിലോട്ടാണ് നോക്കിയത്, ഒന്ന് പ്ലസ് ഇൻഫിനിറ്റി ഒന്ന് മൈനസ് ഇൻഫിനിറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ് 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് ഇവിടുത്തെ അത് 1 ബൈ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സഡ് നമ്പറിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ലിമിറ്റ് നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
സോ നമുക്ക് എന്ത് അറിയാൻ പറ്റും, നമ്മൾ എങ്ങനെ എഴുതിയായിരുന്നു 3+2 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x ഇതേ എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് പറയും. സോ നമുക്ക് ഈ മൊത്തത്തിലുള്ള വോൾ ലിമിറ്റ് എന്ന് പറയുന്നതും നമുക്ക് എന്ത് ചെയ്യണില്ല, എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ഒരു എറർ പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x ഇസ് ഈക്വൽ ടു നമുക്ക് 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണില്ല. അത് മനസ്സിലാക്കി. ഇപ്പോൾ ഈ 1/x എന്ന് പറയുന്നതും ഒരു എല്ലിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് ഈ ഡയറക്ഷനിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ 1/x എന്ന് പറയുന്നത് ഒരു എല്ലിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു. ഈ ഡയറക്ഷനിലോട്ട് വരുമ്പോഴും ഈ 1/x എന്ന് പറയുന്നത് ഒരു എൽ എന്ന് പറയുന്ന സെയിം നമ്പറിലോട്ടാണ് അപ്രോച്ച് ചെയ്യണമെങ്കിലാണ് നമുക്ക് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് 1/x എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന ഒരു ലിമിറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറയും. ഒരേ സിംഗിൾ ആയിട്ടുള്ള ഒരു നമ്പറിലോട്ട് വരുമ്പോഴാണ് നമുക്ക് സിംഗിൾ ലിമിറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു പറയും. ഇവിടെ രണ്ടും വെവ്വേറെ നമ്പറായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1/x² എന്ന് പറയുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് നമുക്ക് അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്ടായിരുന്നത്, അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കും.